പ്രിയമുള്ളവരെ, തെരുവിലേക്ക് സ്വാഗതം. 26ഓളം നിരപരാധികളുടെ ജീവൻ കവർന്ന ഭീകരരുടെ തോറ്റകളിയിൽ ഉയർന്നുകെട്ടൊരു ചോദ്യം നീ ഹിന്ദുവാണോ മുസ്ലിമാണോ എന്നതായിരുന്നു. നരേന്ദ്രമോദി പറഞ്ഞ പോലെ വസ്ത്രം കൊണ്ട് തിരിച്ചറിയാൻ കഴിയുന്നതാണ് മതം. എന്നിട്ടും അവർ ആ ചോദ്യം ഇന്ത്യക്കുമേൽ ഇട്ടേച്ചു പോയത് AK-47 കൂടുതൽ മനുഷ്യരെ കൊന്ന് രാജ്യത്തെ തകർക്കാനുള്ള ആയുധമാണ് ആ വാക്കുകൾ എന്ന ബോധ്യമാണ്. ശത്രുക്കളുടെ കുതന്ത്രത്തെ തിരിച്ചറിഞ്ഞ് താഴ്വരയിലെ ജനങ്ങൾ ഒന്നിച്ചു തെരുവിലിറങ്ങി ആക്രമണത്തിനെതിരെ പ്രതിഷേധം തീർത്തത് ഇന്ത്യയുടെ ബഹുസ്വരതയ്ക്കെതിരെ വെടിയുതിർക്കാൻ അനുവദിക്കില്ലെന്ന സന്ദേശമായിരുന്നു. മാത്രമല്ല, നിരപരാധികളെ വധിക്കുന്നത് തടയാൻ ശ്രമിച്ച മുഹമ്മദ് ആദിൽ ഷായുടെ നേർക്ക് വെടിയുതിർക്കാൻ ഭീകരവാദികൾക്ക് മതം തടസ്സമായില്ല എന്നും നാം മനസ്സിലാക്കണം. മുഹമ്മദ് ആദിൽ ഷായുടെ രക്തസാക്ഷിത്വം ഈ രാജ്യത്തിന്റെ കൂലി വാങ്ങാത്ത കാവൽഭടന്റേതായി മാറുമ്പോൾ ആദിൽ ഷാ, രാജ്യം താങ്കളോട് കടപ്പെട്ടിരിക്കുന്നു. അങ്ങയുടെ നാമം ഓരോ ഇന്ത്യക്കാരുടെയും ഹൃദയത്തിൽ കുറിച്ചു വെച്ചിരിക്കുന്നു. ദുഃഖകരമെന്ന് പറയട്ടെ, ഭീകരരുടെ ലക്ഷ്യം പൂർത്തീകരിക്കാൻ ചില വർഗീയവാദികൾ രാജ്യത്ത് കുപ്രചാരങ്ങളുമായി ഇറങ്ങിയിരിക്കുന്നു. അവരോട് കാശ്മീരികളെ കണ്ടുപിടിക്കാൻ, ആദിൽ ഷായിൽ നിന്നും രാജ്യസ്നേഹത്തെക്കുറിച്ച് പഠിക്കാൻ ശ്രമിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. നമ്മുടെ ശാപം വർഗീയതയാണ്. വർഗീയത കൊണ്ട് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്നവരെ അകറ്റി നിർത്തുക. നാം ഏവരും ആദിൽ ഷാമാരായി രാജ്യത്തിന് കാവൽ നിൽക്കുക. ജയ് ഹിന്ദ്.